എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചക്കക്കുരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 50 ചക്കക്കുരുവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറമേയുള്ള ആ വെളുത്ത തൊലി മാത്രമാണ് മാറ്റുന്നത്. ഇതിനുള്ളിലെ ബ്രൗൺ നിറത്തിലുള്ള തൊലി ഞാൻ മാറ്റുന്നില്ല. ഓരോ ചക്കക്കുരുവും 4ആയിട്ടാണ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ 50 ചക്കക്കുരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1/2 കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 50 ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തത്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഒക്കെ ചേർത്തൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ചതച്ചെടുത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതിലാണ് നമ്മുടെ ഈ മെഴുക്കുപുരട്ടിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചക്കക്കുരുവൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചക്കക്കുരു വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള അല്പം ഉപ്പാണ് ചേർത്തത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ചേർക്കാം. അപ്പോൾ കുക്കർ തുറന്നപ്പോൾ അതിൽ ഒരു ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ട, നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. കൂടുതൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 1/2 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണിനടുത്ത് മാത്രമേ അതിൽ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിനു മുമ്പ് മുരിങ്ങക്കയും ചക്കക്കുരുവും ചേർത്തിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചക്ക എരിശ്ശേരിയുടെ ഒരു വീഡിയോയും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല നാടൻ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുപുരട്ടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്